യോ ഗായ്സ്, ഹലോ. ഞാൻ ഇന്നലെ ഒബ്സഷൻ മൂവി കണ്ടു. നമ്മൾ മെനഞ്ഞാന്ന് ഉറക്കമൊഴിഞ്ഞ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ സമയം കിട്ടിയപ്പോൾ ഉറക്കമൊഴിഞ്ഞിട്ടും ഉറക്കമുണ്ടായിരുന്നു. കണ്ണ് മൊത്തം ഭയങ്കര ടയേർഡായിരുന്നു. എന്നിട്ട് ഞാൻ ഒബ്സഷൻ സിനിമ കണ്ടു. എന്നിട്ട് ഞാൻ ഇതിന് തംബ്നെയിൽ ചെയ്യാനായിട്ട് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഒരു ഒബ്സഷൻ കണ്ട യുവാവിന് സംഭവിച്ചെന്ന് പറഞ്ഞാണ് തംബ്നെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ ബോറായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും ചെയ്തില്ല. സോ ഒബ്സഷൻ സിനിമ അത് ട്രെയിലറും മറ്റേ സീൻസും ഗ്ലിംസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ലേഡി ഉണ്ടല്ലോ, നിക്കി, പുള്ളിയായിരിക്കും വില്ലത്തി എന്ന് വിചാരിച്ചു. പക്ഷെ സിനിമ കണ്ടപ്പോൾ നേരെ തിരിച്ച. സ്പോയിലേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ കാണുക കേട്ടോ ഈ വീഡിയോ. മറ്റേ ബിയറാണ് ദ വില്ലൻ. ഐ മീൻ, അയാളുടെ സെൽഫിഷ്നെസ്, അയാളുടെ വിഷ്, മറ്റേ വൺ വിഷ് വില്ലോ. സോ ഐ മീൻ, ഹൊറർ എന്നൊക്കെ പറഞ്ഞാലേ ഇത് ഒരു ജെംസ്കെയറോ അല്ലെങ്കിൽ ഒരു നമ്മൾ യൂഷ്വലി കണ്ട സംഗതിയല്ല. നമ്മൾ യൂഷ്വലി കാണുന്ന സാധനം തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആക്കി എടുത്ത് കളഞ്ഞു. അടുത്തൊരു സീനുണ്ട്, ഇവരുടെ ഫസ്റ്റ് ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഇൻ്റർകോഴ്സ് അല്ല, ഡേറ്റ് ചെയ്യാൻ പോയിട്ട് ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഈ നിക്കി ഉറക്കനേറ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഈ ബേറിനെ നോക്കി അങ്ങ് അറ്റത്ത് പോയി, റൂമിൻ്റെ അങ്ങറ്റത്ത് പോയിട്ട് കരയുന്നൊരു സീനുണ്ട്. ബിയറിന് ഇയാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ രീതിയിൽ കരയുന്നൊരു വിങ്ങിപ്പൊട്ടുന്ന സീനുണ്ട്. ആ സീൻ കാണുമ്പോഴേ നമുക്ക് പേടിയല്ല, പക്ഷെ എന്തോ ഒരു റോങ് അടിക്കും. പിന്നെ അതിനുശേഷം കംപ്ലീറ്റ്ലി റോങ് ആവുന്നുണ്ട്. ആ വൺ വിഷ് വൺ വില്ലോ അത് റിയൽ ആണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ. അതിൻ്റെ അവസാനം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, റിയൽ ആണോ അല്ലയോ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സ്വയം കണ്ടു നോക്കുക. അപ്പോൾ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല ഒബ്സഷൻ എന്ന് കേട്ടപ്പോൾ. ഞാൻ വിചാരിച്ചു ഇത് ഒബ്സഷൻ, അതായത് ഒബ്സഷൻ എന്നൊരു ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വെച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒബ്സസ്ഡ് ആവുന്നത്, ഒരു കാര്യം കാരണമാണ് ഇന്നൊരാൾ ഒബ്സസ്ഡ് ആവുന്നത്. സോ ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് ഫീൽ ഫോർ മീ ആൻഡ് ഐ ആക്ച്വലി സ്കേർഡ്. ഐ മീൻ, കുറേ സ്ഥലത്ത് കുറേ സന്ദർഭങ്ങളിൽ ഞാൻ പേടിച്ചു. ഇത് എന്താ പറയുക, ഇങ്ങനെ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ പേടിക്കാനായിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ പേടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ മോളിവുഡ് ടൈംസിൽ നസ്റ്റം പറയുന്ന പോലെ മിസ്റ്റർ ഇട്ട് ചെയ്യുക, സർപ്രൈസ് ചെയ്യുക എന്നൊരു സംഗതി. അത് നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. സോ ആൻഡ് ഇയാൻ, സാറ, നിക്കി, ബെയർ, എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിങ്ങനെ കാണും. ഉറങ്ങാൻ പറ്റിയില്ല, ഉറക്കമൊഴിഞ്ഞ് കണ്ടതാണ്. ഉറക്കമൊഴിഞ്ഞ ദിവസങ്ങളായിരുന്നു എൻ്റെ മുന്നേയുള്ള ദിവസങ്ങൾ, ജോലി കാരണം. അതിനുശേഷം പിന്നെ ഇത് കണ്ടിട്ട് പിന്നെ ഉറക്കം വന്നില്ല. എപ്പോഴും ഇമാജിനേഷനാണ്, ഇതിങ്ങനെ സംഭവിച്ചാലോ, എനിക്കിങ്ങനെ സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു വിഷ് കിട്ടി, ഞാൻ എന്ത് ചെയ്യും? സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഫീലിംഗ്. അത് തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. ഇറ്റ് വാസ് അമേസിങ്. സോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കേട്ടോ. നിങ്ങളൊരു ഡിം ലൈറ്റൊക്കെ ഇട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് പോയി കാണുക. ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് ആണ് ഒബ്സഷൻ. വാവ്, ജസ്റ്റ് വാവ്. ഇത് എൻ്റെ അറിവിൽ ഏറ്റവും മിനിമം ബഡ്ജറ്റ് എടുത്തൊരു സിനിമയാണ്. ഒരു കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്ന് തോന്നി എടുത്തത്. സമ്മതിക്കണം, നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. ബട്ട് ദേ ഡിഡ് ദാറ്റ്. അത് വലിയ സിനിമകളെ വെച്ച് മത്സരിച്ച് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സക്സസ്ഫുൾ, അല്ലെങ്കിൽ മോണിറ്ററി സക്സസ്ഫുൾ ആക്കി എടുത്തു ഈ സിനിമ. ഇറ്റ് വാസ് അൺബിലീവബിൾ. സിനിമ അടിപൊളി. ഐ മീൻ, ഇത് വീണ്ടും തെളിയിക്കുകയാണ്, സ്കെയിലും കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. ആൻഡ് ക്വാളിറ്റി ഇതിനകത്ത് നല്ലതുപോലെ ഉണ്ട്. പോയി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഇറ്റ്സ് സൂപ്പർ ഗുഡ്.